പത്തനംതിട്ട കലഞ്ഞൂരിൽ സർക്കാർ ഭൂമി കയ്യേറി കുടുംബങ്ങൾ കുടിൽ കെട്ടിയതിന് പിന്നാലെ കൃഷിയും തുടങ്ങി. സാധുജന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിലാണ് സർക്കാർ ഭൂമി കയ്യേറിയത്. ചങ്ങറ സമരത്തിൽ പങ്കെടുത്ത വിവിധ കുടുംബങ്ങളാണ് സർക്കാർ ഭൂമി കയ്യേറി കുടിൽ കെട്ടിയത്. ചില പ്രതികരണങ്ങൾ. ഞങ്ങൾക്ക് വേണ്ട ഭൂമി ഞങ്ങൾ കണ്ടെടുത്തു, ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾ ശക്തമായ സമരം ഞങ്ങളിവിടെ തുടരുക. കാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഈ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കുന്നില്ല. അവരെ പിന്നെ കൊണ്ട് മൊട്ടക്കുന്നിന്റെയും പാറക്കെട്ടിന്റെ മുകളിൽ അവർ നാട് കടത്തുക. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ മണ്ണിന്റെ മക്കളെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണാ ഇത്. ഇന്ന് എനിക്ക് ഒരു സെന്റ് ഭൂമി ഇല്ല. ഞാൻ വീണ ചത്ത് കഴിഞ്ഞ് എന്നെ കുഴിച്ചിടാൻ ഒരു പിടി മണ്ണില്ല. എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ. എനിക്ക് ഭൂമി വേണം. ഒഴിപ്പിച്ച സർക്കാർ എവിടെന്ന് വെച്ചാൽ ഭൂമി ഞങ്ങൾക്ക് തരണം. തരാതെ ഞങ്ങൾ ഇവിടുന്ന് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കത്തില്ല. അല്ല, ചെങ്ങറയെ കയറി കുരങ്ങൻ കുഞ്ഞിനെ കാണാൻ വരുന്നതിനോട്ട് കുറേ പേര് വരും, കണ്ടിട്ട് പോകും. അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞിട്ട് പോവല്ലാതെ പിന്നെ അവർ ആ വഴി തിരിഞ്ഞു നോക്കത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം പാഴ്വഴി തീർന്നു, ഞങ്ങളുടെ ജീവിതം പാഴ്വഴി തീർന്നു. ഇനി ഞങ്ങൾ അടുത്തടുത്ത് കയറി ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു പിടി മണ്ണ്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ഷിജോ, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, എന്താണ് അധികൃതർ പ്രതികരണങ്ങൾ? സോയിലെ ഈ ചെങ്ങറ ഭൂസമരത്തിന് 2 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ആ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം കേരള പൊതുസമൂഹം കണ്ടതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കും വിധം ഒരു ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് കുറേയധികം കുടുംബങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ചെങ്ങറ ഭൂസമര കാലത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 1495 കുടുംബങ്ങൾക്ക്, ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും സംസ്ഥാന സർക്കാർ പട്ടയം നൽകി അവരെ പലയിടങ്ങളിലായിട്ട് പുനരധിവസിപ്പിച്ചതാണ്. എന്നാൽ അവരെ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് വാസയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് പലയിടങ്ങളിലായിട്ട് മാറി മാറി താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് സർക്കാർ പറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാർ ഭൂമി കയ്യേറി 19 കുടുംബങ്ങൾ കുടിയിൽ കെട്ടിയത്. ഈ 19 കുടുംബങ്ങൾക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു 11 കുടുംബങ്ങൾ കൂടി അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 30-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ സർക്കാർ ഭൂമി കയ്യേറി അവിടെ കുടിൽ കെട്ടിയിട്ടുണ്ട്. ഈ കുടിൽ കെട്ടിയതിന് പിന്നാലെ ഇപ്പോൾ കൃഷിയും തുടങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് കപ്പയും കമുകും അടക്കമുള്ള കൃഷികൾ കൂടി തുടങ്ങി അവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ഒരുക്കുകയാണ്. അതിനകത്ത് സർക്കാർ ഭൂമിയാണ്. പക്ഷേ സർക്കാർ ആ ഭൂമി പാട്ടത്തിന് കൊടുത്തിരുന്നു. അത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതി വ്യവഹാരങ്ങളിൽ ആ ഭൂമി കിടക്കുകയാണ്. അതിനിടയിലേക്കാണ് ഈ ഭൂമി ഈ പറയുന്ന കുടുംബങ്ങൾ കയ്യേറി ഇപ്പോൾ അവിടെ താമസം തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.